ഹലോ ഓൾ, നമ്മുടെ എ സിയുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ റിമൈനിങ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ സിയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. റിമൈനിങ് ഏരിയാസിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ്. സോ എന്തൊക്കെയാണെന്നറിയോ എ സിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾ? സോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട് കണ്ടു, റെസിസ്റ്റീവ് എ സി സർക്യൂട്ട് കണ്ടു, ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ട് കണ്ടു. ഇനി മൂന്നും കൂടെ ക്ലബ് ചെയ്ത ഒരു സീരീസ് LCR സർക്യൂട്ട് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഫേസർ ഡയഗ്രാംസ് ഉണ്ട്, പിന്നെ റെസൊണൻസ് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ റെസൊണൻസ് ഉണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ. പിന്നെ ഒരു ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ട്രാൻസ്ഫോമേഴ്സ് ബേസിക്കലി നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും കൂടെ ക്ലബ് ചെയ്ത് വരുന്ന ഒരു ഏരിയയാണ്. ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്. സോ ഇത്ര ഏരിയാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു റെസൊണൻസ്. At resonance, current in LCR circuit is. So you know, current peaks at resonance നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സർക്യൂട്ടിൽ നമ്മൾ മെക്കാനിക്കൽ റെസൊണൻസ് എന്താണെന്ന് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. സപ്പോസ് ഒരു ഊഞ്ഞാലിൻ്റെ കേസിലൊക്കെ നമ്മളൊരു കുട്ടിയെ ഊഞ്ഞാലിരുത്തി ഇങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത്, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഈ ഊഞ്ഞാൽ ഇങ്ങനെ സ്വിങ് ചെയ്യുന്ന ടൈമിൽ, ആ ടൈമിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഊഞ്ഞാൽ ഹൈ ആംപ്ലിറ്റ്യൂഡിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള, നല്ല ലെങ്ത് ഉള്ള ഊഞ്ഞാലാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന് നമ്മൾ മെക്കാനിക്കൽ റെസൊണൻസ് എന്ന് പറയും. അതായത് ആ സ്വിങ്ങിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ദാറ്റ് നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഫ്രീക്വൻസിയും ഈക്വൽ ആയിട്ട് വരുമ്പോൾ, നിയർലി ഈക്വൽ ആയിട്ട് വരുമ്പോൾ അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യും. ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മേ ബി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഗുജറാത്തിൽ ഒരു പാലം പൊളിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒരു തവണ ഇനാഗുറേറ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പൊട്ടിപ്പോയി. ഇതിൻ്റെ റീസൺ ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ സ്ട്രെങ്ത് ഇഷ്യൂ ആണ്, എന്നിരുന്നാലും അവരിങ്ങനെയാണ് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഇനാഗുറേറ്റ് ചെയ്ത ടൈമിൽ ഒരുപാട് ആളുകൾ അതിലിങ്ങനെ വന്ന് കയറുകയും, അവരെല്ലാം കുട്ടികളായിരുന്നു, കോളേജ് സ്റ്റുഡൻസ് ഒക്കെ വന്ന് കയറിയിട്ട് അവരെന്ത് ചെയ്തു, ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ലേ, ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, അവരിങ്ങനെ അതിലിങ്ങനെ ചാടാൻ തുടങ്ങി. സോ അങ്ങനെ ചാടുമ്പോൾ they are providing an external frequency. So ആ ഫ്രീക്വൻസിയും ബ്രിഡ്ജിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയിട്ട് വന്ന ടൈമിൽ ബ്രിഡ്ജ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വിഗറസ് ആയിട്ട് അങ്ങ് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആളുകളുടെ വെയിറ്റും ഇതെല്ലാം കൂടെ വന്നിട്ട് അത് പൊട്ടിപ്പോയി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1-2 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. സോ അതെല്ലാം നമ്മുടെ റെസൊണൻസുമായിട്ട് ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഉണ്ടാകുന്ന റെസൊണൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക്കൽ റെസൊണൻസ്, അവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുകയാണെങ്കിൽ ഈ കേസിൽ കറണ്ട് മാക്സിമം ആവുക ചെയ്യുക. അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി കറണ്ട് ഇൻ ആൻ LC സർക്യൂട്ട് ബിക്കം മാക്സിമം. LC സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു കപ്പാസിറ്ററും ഉണ്ട്, ഇൻഡക്ടറും ഉണ്ട്. അങ്ങനെ LCR സർക്യൂട്ടിൽ ഒരു കറണ്ടും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കറണ്ട് മാക്സിമം ആവുന്ന ആ ഫെനോമെനെ നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കും. സോ അങ്ങനെ നമ്മുടെ റെസൊണൻസിൻ്റെ കേസിൽ എനിക്ക് ഉറപ്പാണ് കറണ്ട് വിൽ ബി മാക്സിമം. അതിനൊരു കണ്ടീഷൻ തന്നെ പറയുന്നുണ്ട്. അറ്റ് റെസൊണൻസ്, യു മേ നോ, at resonance XC is equal to XL. At resonance XC and XL, XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. XL ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇത് രണ്ട് ഈക്വൽ ആവുമ്പോൾ ഇംപിഡൻസ് Z, ഇംപിഡൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം LCR സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇക്വേഷൻ ഓർമ്മയുണ്ടോ, R² പ്ലസ് XC മൈനസ് XL ദി ഹോൾ സ്ക്വയർ. സോ നിങ്ങൾ അതിനെ XL മൈനസ് XC എന്ന് എഴുതിയാലും ഒരു ഇഷ്യൂ ഇല്ല, ബിക്കോസ് സ്ക്വയർ എടുക്കുകയാണ്, നെഗറ്റീവ് ഒന്നും ഉണ്ടാവില്ല. സോ എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ വിച്ച് ഈസ് ഈക്വൽ ടു XCയും XL ഈക്വൽ ആവുന്ന ടൈമിൽ ഐ ക്യാൻ റൈറ്റ് റൂട്ട് ഓഫ് Z ഈസ് ഈക്വൽ ടു R² പ്ലസ് XC മൈനസ് XL 0 ആയി പോയില്ലേ, രണ്ടും ഈക്വൽ ആകുമ്പോൾ 0 ആയിപ്പോയി, R² എന്ന് കിട്ടും. ആൻഡ് ദെൻ ഐ ക്യാൻ റൈറ്റ് Z ഈസ് ഈക്വൽ ടു R എന്ന് പറയാം. ഈ കേസിലാണ് റെസിസ്റ്റൻസ് ഏറ്റവും മിനിമം ആവുന്നതും. റെസിസ്റ്റൻസ് മിനിമം ആവുന്ന ആ കേസിൽ കറണ്ട് വിൽ ബി വെൻ റെസിസ്റ്റൻസ്, external resistance or Z become minimum, then current will be maximum. ആ മാക്സിമം കറണ്ട് ആവുന്ന കണ്ടീഷനെ അല്ലെങ്കിൽ ആ ഒരു ഫെനോമെനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ? യെസ്. സോ കറണ്ട് വിൽ ബി മാക്സിമം. So moving on, what is the function of a step up transformers? So you know, transformers are basically working on the principle of mutual induction. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഈ മ്യൂച്വൽ ഇൻഡക്ടൻസും സെൽഫ് ഇൻഡക്ടൻസും പഠിച്ചു. അതിലെ മ്യൂച്വൽ ഇൻഡക്ടൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയാം.
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീടിനടുത്തൊക്കെ ഒരു ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ട്രാൻസ്ഫോമേഴ്സിൽ ആ ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് കൂടാതെ നിങ്ങൾക്ക് സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും, ലൈക്ക് ഒരു വണ്ട് മൂളുന്ന പോലെ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. സോ അതാണെങ്കിൽ അതൊരു ട്രാൻസ്ഫോമേഴ്സ് അല്ലേ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ട്രാൻസ്ഫോമർ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ട്രാൻസ്ഫോമർ എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയോ ട്രാൻസ്ഫോമേഴ്സ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമേഴ്സ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഒരു കറണ്ടിന്റെ, ഒരു ഇൻപുട്ട് കറണ്ടിന്റെ വോൾട്ടേജോ കറണ്ടിന്റെ വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ്. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോമറിന്റെ കേസിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആർ ആക്ച്വലി ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ്. ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് അപ്പ് ആണ്, സോ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. So step up transformers are actually increasing the value of voltage. Okay ano? Step up transformers are basically increasing the value of voltage. Step down transformers nu choichu kayna they are decreasing the value of voltage. 1 mark question ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എഴുതും. Transformers are working on the principle of mutual induction and they are having two coils, primary coil and secondary coil, and when we are giving an input on primary, the output will be given by secondary, and if the output in the secondary is greater than input in the primary, then I can call that type of transformers as step up transformers nu villikkum. Okay ano? അതുകൂടാതെ ട്രാൻസ്ഫോമേഴ്സ് ഓൺലി വർക്ക്സ് ഓൺ എ സി ആണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. എ സി ആണെങ്കിൽ മാത്രമല്ലേ കറണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ആവുള്ളൂ. കറണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ചേഞ്ച് ഇൻ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണല്ലോ? യെസ്. സോ മൂവിങ് ഓൺ, നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ച ഗ്രാഫ് എല്ലാം റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കൊടുത്തിരിക്കുന്നത്. എ ഡിവൈസ് എക്സ് ഈസ് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് V is equal to V0 sin omega t. The variation in voltage, current and power in shown in the graph. So വോൾട്ടേജും കറണ്ടും പവറും ഒക്കെ ഒറ്റ ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പല ഗ്രാഫായിട്ട് പഠിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഡിവൈസ് എക്സ് എന്ന് ആദ്യം പറയാം. ഡിവൈസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഇതിൽ ഏതാണ് കറണ്ട്, വോൾട്ടേജ്, പവർ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. വോൾട്ടേജ് എനിക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ബിക്കോസ് വോൾട്ടേജ് V is equal to I know. നമ്മൾ എപ്പോഴും വോൾട്ടേജ് V is equal to V0 sin omega t ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, റൈറ്റ്? അങ്ങനെ V is equal to V0 sin omega t ആണ് സൈൻ ഫംഗ്ഷൻ ആയിട്ട് പോകുന്നതും. എന്നാൽ ഇനിഷ്യലി സൈൻ ഒമേഗ ടിയുടെ കേസ് നമുക്ക് അറിയാമല്ലോ. വെൻ തീറ്റ ഈക്വൽ ടു 0 ആണ് വോൾട്ടേജ് 0 ആവണം. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 360 വന്നാലും വോൾട്ടേജ് 0 ആവണം. ഓക്കെ, സൈൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. 180 ആണെങ്കിലോ, സോ അതനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സൈൻ വേവ്. സോ ഇവിടെ സൈൻ വേവ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, 0 വരുന്ന 2 സൈൻ വേവ് ഉണ്ട്. അതിൽ തന്നെ 180, 360 ഒറ്റ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് 2π എത്തുമ്പോഴേക്കും വീണ്ടും 0 വരികയാണ്. സോ ഐ എം ഷുവർ ദാറ്റ് ബി എന്ന് ഇവർ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ വോൾട്ടേജ് അല്ലേ. സോ B is the voltage. ഓക്കെ ആണോ? ഉടനെ എനിക്ക് കിട്ടി B is the voltage. ഇനി സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഡോട്ടഡ് ലൈൻ, ഇറ്റ് വിൽ ബി കറണ്ട്, റൈറ്റ്? നിങ്ങൾ നോക്കിക്കേ, കറണ്ട് ആണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഇറ്റ്സ് വാല്യൂ ഓൾസോ വേരിയിങ് ആണ്. ആൻഡ് യു ക്യാൻ സി ഇനിഷ്യലി തീറ്റ 0 ആവുന്ന കേസിൽ കറണ്ട് അറ്റ് ഇറ്റ്സ് മാക്സിമം വാല്യൂ. കറണ്ട് എവിടെയാണ്? മാക്സിമം വാല്യൂ ആണ്. തീറ്റ 0 ആകുമ്പോൾ കറണ്ട് മാക്സിമം ആവുന്നത് ഏത് കേസിലാണെന്ന് ഓർമ്മയുണ്ടോ? കറണ്ട് ലീഡിങ് ആണോ ലാഗിങ് ആണോ? ആ കേസിൽ കറണ്ട് ലീഡിങ് ആണ്. കറണ്ട് ആദ്യം 90 മാക്സിമത്തിൽ എത്തുകയാണ്. സോ ഇൻ ദിസ് കേസ് ഐ ക്യാൻ സേ കറണ്ട് ഈസ് ലീഡിങ്. കറണ്ട് ലീഡിങ് ആവുന്ന സർക്യൂട്ട് ഏതാണെന്ന് എനിക്കറിയാം. ഇൻഡക്റ്റീവ് AC സർക്യൂട്ട് ആണോ കപ്പാസിറ്റീവ് AC സർക്യൂട്ട് ആണോ? എവിടെയാണ് കറണ്ട് ലീഡിങ് ആയിട്ടുള്ളത്? കപ്പാസിറ്റീവ് AC സർക്യൂട്ട്. സോ ഐ ക്യാൻ ഐഡന്റിഫൈ ദ ഡിവൈസ് ആസ് എ കപ്പാസിറ്റർ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കപ്പാസിറ്ററിനെ കുറിച്ച് ഇവർ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ദിസ് ഈസ് എ കപ്പാസിറ്റീവ് AC സർക്യൂട്ട് ആണ്. സോ ഐ ക്യാൻ സേ ഈ സി എന്ന് ഇവർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് കറണ്ട് ആക്ച്വലി. ഓക്കെ, കറണ്ട് ആണ്. ആൻഡ് ഒബ്വിയസ്ലി നെക്സ്റ്റ് ഈസ് എ. എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈൻ വേവ് ആണ്, വേരി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് പവർ, റൈറ്റ്? എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പവർ ആണ്. സോ നമുക്ക് പവർ കിട്ടി, കറണ്ട് കിട്ടി, വോൾട്ടേജും കാൽക്കുലേറ്റ് ചെയ്തു. ജസ്റ്റിഫൈ യുവർ ആൻസർ. ആ ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഹൗ ഡസ് ദ ഇംപിഡൻസ് വേരി വിത്ത് ഫ്രീക്വൻസി ഓഫ് ആൻ AC സോഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇംപിഡൻസ് ഓഫ് AC സോഴ്സ് നമുക്കറിയാം. AC സർക്യൂട്ടിലെ ഇംപിഡൻസിനെ ഐ ക്യാൻ റെപ്രസെന്റ് ആസ് XC.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? XC is equal to 1 divided by C omega. XL equal to L omega and XC is equal to 1 by C omega. അങ്ങനെയാണെങ്കിൽ I can write what I want. Impedance with frequency graph വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. So from this I can say XC is inversely proportional to omega, and if I am drawing a graph, ഇവിടെ XC വരും, ഇവിടെ ഒമേഗ വരയ്ക്കുകയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഷുവർ അല്ലേ? യെസ്. So moving on to our last question, obtain an expression for current in the circuit. ഈ ഒരു കപ്പാസിറ്റീവ് AC സർക്യൂട്ടിലെ കറണ്ടിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. എന്തൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ ആ ഡെറിവേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ആ ഡെറിവേഷൻസ് ഡയറക്റ്റ് ചോദിക്കാതെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഇതായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഡയറക്റ്റ് നമ്മളോട് ചോദിക്കില്ല എന്നല്ല, ബട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് നമ്മുടെ സിസ്റ്റം ഒരുപാട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, so moving on, I am going to derive the expression for current in terms of phase difference ഒക്കെ വെച്ചിട്ട് കറണ്ടിന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകും. Okay, so expression for current in capacitive AC circuit. Okay, so ഏതൊരു സർക്യൂട്ട് ആണെങ്കിലും ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതുക വോൾട്ടേജ് ഗിവൺ, വോൾട്ടേജ് നമ്മൾ AC വോൾട്ടേജ് ആണ്. സോ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് V is equal to V0 sin omega t എന്ന് ഒന്നും നോക്കാതെ എഴുതാം. കപ്പാസിറ്റീവോ ഇൻഡക്റ്റീവോ റെസിസ്റ്റീവോ ഏത് കേസിലാണെങ്കിലും ദ ഇൻപുട്ട് വോൾട്ടേജ് വി ആർ സപ്ലൈങ്, ദാറ്റ് വോൾട്ടേജ് ഈസ് ആൻ AC വോൾട്ടേജ്. സോ യു ക്യാൻ റൈറ്റ് V is equal to V0 sin omega t എന്ന് ഒന്നും നോക്കാതെ എഴുതാൻ പറ്റും. ഇനി എനിക്കറിയാം, ഒരു കപ്പാസിറ്ററിലെ കറണ്ടും വോൾട്ടേജും ഒക്കെ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. കപ്പാസിറ്ററിന്റെ എനിക്കൊരു ഓർമ്മയുള്ള റിലേഷൻ Q is equal to CV ആണ്. സോ ഐ എം റൈറ്റിംഗ് ദാറ്റ് ഇക്വേഷൻ. Q charge is equal to charge stored in a capacitor equal to CV. So I can write C into V is here V0 sin omega t. എനിക്ക് വേണ്ടത് കറണ്ട് ആണ്, ചാർജ് ഉണ്ട്. ചാർജ് ഉണ്ടെങ്കിൽ I know current I is equal to dq by dt. So I know I is equal to dq by dt. So I am differentiating our equation. So d by dt of C V0 sin omega t. So C V0 constant അല്ലേ, C capacitance constant ആണ്, V0 നമ്മുടെ പീക്ക് വാല്യൂ അതും കോൺസ്റ്റന്റ് ആണ്. C V0 into d by dt of sin omega t എന്ന് എനിക്ക് എഴുതാൻ പറ്റും. And you know what is d by dt of sin omega t? നമുക്കറിയാം d by dt of sin omega t is equal to C V0 into omega cos omega t അല്ലേ? d by dt of sin theta cos theta. So d by dt of sin omega t is cos omega t. And you know ഇതിനെ എനിക്ക് V0 into C omega into cos omega t എന്ന് എഴുതാം. ബട്ട് നമ്മൾ എല്ലാ ഇക്വേഷനും സൈൻ്റെ ടേംസിലാണ് കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ വോൾട്ടേജ് ഒക്കെ സൈൻ്റെ ടേംസിലാണ്. സോ എനിക്ക് ഈ കോസ് ഒമേഗ ടിയും സൈൻ്റെ ടേംസിൽ എഴുതണം. സോ ഐ നോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ, ഓർമ്മയുണ്ടോ? സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റ. സൈൻ 90 പ്ലസ് തീറ്റ ഈസ് കോസ് തീറ്റ. So I can write V0 into C omega into sin 90 plus omega t. Alle omega t plus 90, everything is fine. And this is our expression for current. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയോ? ഇവിടെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് കറണ്ട് എന്ന് എനിക്കറിയാം. So if I want to write in terms of I0, ഈ ഡിനോമിനേറ്റ് C omega എന്ന് പറയുന്ന V0യുടെ കൂടെയുള്ള ടേം. So I can write V0 divided by 1 by C omega equal to I0 എന്ന് എനിക്ക് എഴുതാം. സോ ആ C omega പൊക്കത്തിൽ തന്നെ വരും, റൈറ്റ്? സോ ഞാൻ ജസ്റ്റ് ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാണ്. V0 ഡിവൈഡഡ് ബൈ 1 by C omega എന്നുള്ള ഫോമിൽ എഴുതാണ്. I can write this as I0 sin omega t plus 90 അല്ലേ, pi by 2 എന്ന് എഴുതാൻ പറ്റും. And this is a perfect expression for current in a capacitive AC circuit. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. V0 into sin into C omega ആയിരുന്നു. ആ into മൾട്ടിപ്ലിക്കേഷന് ജസ്റ്റ് 1 റെസിപ്രോക്കൽ എടുത്ത് 1 by C omega എന്ന് എഴുതി. സോ I know ഈ 1 by C omega ആണ് നമ്മുടെ റെസിസ്റ്റൻസിന്റെ പാർട്ട്. സോ I can write this as XC. ഓക്കെ അല്ലേ? ആൻഡ് XC we are calling as impedance. Okay അല്ലേ? Yes. And moving on, next question. The figure shows a series LCR circuit with L is equal to, C is equal to, R is equal to, connected to a variable frequency of 240 volt
സോ കാൽക്കുലേറ്റ് ദി എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്, വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദി സോഴ്സ് ഇൻ വിച്ച് ദ സർക്യൂട്ട് അറ്റ് റെസൊണൻസ് എന്ന് പറയുന്നുണ്ട്. സർക്യൂട്ട് റെസൊണൻസിലാവുമ്പോൾ ഉള്ള ആംഗുലർ ഫ്രീക്വൻസി അതിനോ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാം. സോ ഐ വിൽ ഇവിടെ ചെയ്യട്ടെ. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 1/√LC. നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ്, എനിക്ക് ഒന്നും നോക്കണ്ട, എനിക്ക് ഇക്വേഷൻ അറിയാം. എല്ലിന്റെ വാല്യൂവും സിയുടെ വാല്യൂ ഒക്കെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇനി ഒന്നും വേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് ഓഫ് എല്ലിന്റെ വാല്യൂ 10, സിയുടെ വാല്യൂ 40 ഇൻറ്റു 10⁻⁻6 മൈക്രോ അല്ലേ, അതുകൊണ്ട് 10⁻⁻6. സോ 1/400 എന്ന് പറയുമ്പോൾ 1/20 അല്ലേ, 20 ഇൻറ്റു 10⁻⁻3, കറക്റ്റ്. Then I can write this is equal to 1/2 into 10⁻⁻2 എന്ന് എഴുതാം, റൈറ്റ്. 1/2 നെ എനിക്ക് 0.5 എന്ന് എഴുതാം, 5 into 10 square. So this is equal to 50, കറക്റ്റ് അല്ലേ. സോ 50 എന്ന് കിട്ടും. ഒമേഗയുടെ വാല്യൂ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഓക്കെ ആണോ? ഡയറക്റ്റ് കിട്ടും, നമ്മൾ ഒന്നും കൺഫ്യൂസ്ഡ് ആവേണ്ട കേസില്ല, ഡയറക്റ്റ് നമുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറണ്ട് അറ്റ് ദി റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി. ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാ പറയാം. കറണ്ട് എനിക്ക് ഓംസ് ലോ യൂസ് ചെയ്യാം. കറണ്ട് I is equal to V/R. റെസൊണേറ്റിംഗ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അറ്റ് റെസൊണൻസ് നമുക്കറിയാം ഇംപിഡൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് വോൾട്ടേജ് എത്രയാണ്, 240 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 60 തന്നിട്ടുണ്ട്, കട്ട്. സോ 4 ഓംസ് എന്ന് കിട്ടി, 4 ആംബിയർ. കറണ്ട് അല്ലേ, 4 ആംബിയേഴ്സ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ, സിമ്പിൾ. നെക്സ്റ്റ്, RMS പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദി ഇൻഡക്ടർ അറ്റ് റെസൊണൻസ്. ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെ പൊട്ടൻഷ്യൽ ചോദിക്കും. അതിന് പൊട്ടൻഷ്യൽ അക്രോസ് എനി ഡിവൈസ് ഐ ക്യാൻ കാൽക്കുലേറ്റ് അറ്റ് V is equal to I into R എന്ന് എഴുതാം, നോർമൽ ഇക്വേഷൻ. VRMS എന്നുള്ളത് 4 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടുത്തെ വോൾട്ടേജിന്റെ വാല്യൂ 4 ആണ്. ആൻഡ് ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് XL അല്ലേ, XL. And I know XL equal to L omega ആണ്, L omega. So 4 into L ന്റെ വാല്യൂ എത്രയാണ്, 10 into omega നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു 50. സോ ആൻസർ ആയില്ലേ, എത്ര കിട്ടി, 4 into 50 200. സോ 2000 വോൾട്ട്. ഓക്കെ അല്ലേ. ഇതേ പാറ്റേൺ ആയിരിക്കും നമ്മുടെ AC എന്നുള്ള ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് ചോദിക്കുക. സോ ഏറ്റവും വൃത്തിയായിട്ട് ഇതേപോലെ 1-2 പാർട്സ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡെറിവേഷൻസ് എല്ലാം ഉണ്ടാവും അതിൻ്റെ കൂടെ. ഓക്കെ അല്ലേ. സോ മൂവിങ് ഓൺ. ദി കറണ്ട് ഇൻ എ സീരീസ് LCR സർക്യൂട്ട് വിൽ ബി മാക്സിമം. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം കറണ്ട് മാക്സിമം അറ്റ് റെസൊണൻസ് ആണ്, അത് അവർ പറയാതെ നമ്മളോട് പറയുകയാണ് അല്ലേ. സോ ഇറ്റ് ഈസ് അറ്റ് റെസൊണൻസ്, സർക്യൂട്ട് വിൽ ബി അറ്റ് റെസൊണൻസ്. ദെൻ ആ കേസിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഈ കേസിലെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയുടെ വാല്യൂ ആണ് ചോദിക്കുന്നത്. ദെൻ ഒമേഗ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുക. സോ അതിന് ഒമേഗ ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, അറ്റ് റെസൊണൻസ് ഒമേഗ ഈസ് ഈക്വൽ ടു √1/√LC ആയിരിക്കും. ഓക്കെ അല്ലേ, ഡയറക്റ്റ് ആണ്. സോ മൂവിങ് ഓൺ. The figure shows a series LCR circuit connected to a variable frequency 250 volt ഒക്കെ കൊടുത്തിട്ടുണ്ട്. Lന്റെ വാല്യൂ ഉണ്ട്, സിയുടെ വാല്യൂ ഉണ്ട്, R given. Source frequency which drives the circuit at resonance. Source frequency എന്ന് വെച്ചാൽ F കാൽക്കുലേറ്റ് ചെയ്യാനാ പറയാം. നോക്കാം, ക്വാളിറ്റി ഫാക്ടർ. സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, സോഴ്സ് ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ഒമേഗ ഡയറക്റ്റ് എടുക്കാം. ഇവിടെ ഫ്രീക്വൻസി ആയതുകൊണ്ട് അതിനോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ω/2π ആണ്. സോ ഒമേഗയുടെ വാല്യൂ ഓൾറെഡി അതിനോ 1/√LC ആണ്, റൈറ്റ്. സോ ഐ എം ഗെറ്റിംഗ് 1/2π√LC ആണ് നമ്മുടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. വാല്യൂസ് എല്ലാം ഗിവൺ ആണ്. ഇക്വേഷൻ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, 1/2π into √LC. റൂട്ട് ഓഫ് എല്ലിൻ്റെ വാല്യൂ 50 മില്ലി ആണ്, 10⁻³ ഉണ്ട്. സിയുടെ വാല്യൂ 80 മൈക്രോഫാരഡ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 80 into 10⁻⁻6. ഇസ് ഇറ്റ് കറക്റ്റ് അല്ലേ, ചെക്ക് ഇറ്റ്. സോ 1/2π into √LC, എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സി കപ്പാസിറ്റൻസിൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. 1/2π into √, ഞാൻ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ആ പവേഴ്സ് എല്ലാം ചെയ്യാം, പിന്നെ ആ നമ്പേഴ്സും ചെയ്യാം. 50 into 80 എന്ന് പറഞ്ഞാൽ എത്രയാ, 4000. സോ 4000
into 10 to the power minus 3 into 10 to the power minus 6 എന്ന് വന്നു. ഈ minus 3യും ഈ 3 zeros cancel ആയി. So I am getting 1 by 2 pi into root of 4 into 10 to the power minus 6 is 2 into 10 to the power minus 3. So I am getting 1 by 4 pi into 10 to the power 3. So I can write 10 to the power 3 divided by 4 pi. Okay അല്ലേ? So divide, multiply here, divide here, 1000 divided by 4 into 3.14. Fine. Okay ആണല്ലോ? So next question, quality factor in a circuit. Quality factor resonance in the case വളരെ important ആയിട്ടുള്ള ഒരു quantity ആണ്. So you know quality factor Q is equal to omega 0 L by R നമ്മൾ പഠിച്ചിട്ടുണ്ട്. Quality factor Q is equal to omega 0 L by R. ഒമേഗ സീറോയുടെ വാല്യൂ നമുക്ക് അറിയാം, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയായിരുന്നു. ഒമേഗ സീറോയുടെ വാല്യൂ എത്രയാ? അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ചെയ്യാം. ഒമേഗ ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് എൽ സി. വാല്യൂസ് ഒന്ന് കൊടുത്തേ. 1 ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ വാല്യൂ 80 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 6, അത് സിയുടെ വാല്യൂ ആയിരുന്നു. 50 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 6. സോ നമ്മൾ സെയിം പാറ്റേൺ. സോ ഈ 1 ബൈ 2 പൈ ഇല്ലെന്നേ ഉള്ളൂ, നേരത്തെ ചെയ്ത അതേ കേസ് തന്നെയാണ് ഇവിടെ വരുന്നതും. So root of 1 by 80, so നമുക്കൊരു 4000 കിട്ടും. 4000 കട്ട് ചെയ്ത് പോകും. So I am getting 2 into 10 to the power minus 2 എന്ന് കിട്ടും അല്ലേ? 1 by 2 into 10 to the power minus 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? So omega 0 L by R. So I can substitute. Omega 0യുടെ വാല്യൂ 2 into 10 to the power minus 3. Rൻ്റെ വാല്യൂ 40, it is given, and L 50 into 10 to the power minus 3. ഓക്കെ അല്ലേ? So cancel. So what I will get? 5 by 8. Right? So 5 by 8 minus 3 ഒക്കെ cancel ആയി പോകും. So we are getting 5 by 8 എന്ന് നമുക്ക് കിട്ടാം. ഓക്കെ ആണ്. omega 0 L by R. Quality factor is equal to omega 0 L by R. ഓക്കെ ആണല്ലോ? യെസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The number of turns in secondary coil of a transformer is 100 times the number of turns in primary coil. What is the transformation ratio എന്ന് പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നുള്ളത് ട്രാൻസ്ഫോമറിന്റെ കേസിലെ ഒരു കോൺസ്റ്റന്റ് അല്ലെ നമ്മൾ ഇടയ്ക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ദിസ് റേഷ്യോ മീൻസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. Ratio is equal to number of turns in secondary, secondary divided by number of turns in primary, okay അല്ലേ? വളരെ സിമ്പിൾ. ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 100 ടൈംസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് ഓൾറെഡി അവർ പറയുന്നുണ്ട്. സോ 100 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. എൻ പി ക്യാൻസൽ ആയി ആൻഡ് ഐ എം ഗെറ്റിംഗ് 100. വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ? പക്ഷേ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്താണെന്ന് അറിയില്ലെങ്കിൽ പെട്ടെന്ന് കാണുന്ന ഒരാൾ കൺഫ്യൂസ്ഡ് ആവും. ഇത് എങ്ങനെ ചെയ്യും, എന്താണ് സംഭവം എന്ന് ഓർക്കും. സോ ഒന്നുമില്ല, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഡിവൈഡഡ് ബൈ number of turns in primary. Okay അല്ലേ? So next question, ഇതൊരു ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആണ്. പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ്സ് ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട് 2300 വോൾട്ട് ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വിത്ത് ഇറ്റ്സ് പ്രൈമറി വൈൻഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ഔട്ട്പുട്ട് പവർ അറ്റ് 230 വോൾട്ട്. So എല്ലാം given ആണ്, നമുക്ക് ഇക്വേഷൻ അറിയാം. ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ഫോമർ ഐ നോ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി NS by NP is equal to VS by VP, which is equal to, ഇനി പവർ ലോസ് ഒന്നും ഇല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് IP by IS എന്നും കൂടെ ഈ ഇക്വേഷൻ്റെ കൂടെ എഴുതാം. only when there is no power loss in the transformer. പവർ ലോസ് എന്ന് വെച്ചാൽ ഇൻപുട്ടിലെ പവറും ഔട്ട്പുട്ടിലെ പവറും സെയിം ആവുന്ന കേസിൽ മാത്രം യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ NS by NP is equal to VS by VP is equal to IP by IS നേടാം. ആ കേസിൽ മാത്രമേ ഉള്ളൂ, എല്ലാ കേസിലും പറ്റൂല കേട്ടോ. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ വാല്യൂസ് ഒന്ന് നോക്കിക്കേ. ദിസ് ഈസ് 2300 വോൾട്ട് ഈസ് പവർ ഇൻ ഇൻപുട്ട് ആണ്. സോ NP, ദിസ് ഈസ് NP. ആൻഡ് സ്റ്റെപ്പ് ഔട്ട് ട്രാൻസ്ഫോമർ പ്രൈമറി വൈൻഡിങ്സ് ഓഫ് 4000. സോ ദിസ് ഈസ് അയ്യോ ഇത് VP അല്ലേ ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് VP. എനിക്ക് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ഒരു ഷാഡോ വരുന്നുണ്ട്. സോ വിച്ച് ഈസ് VP.
This is NP. And number of turns in secondary in order to get the power 230 volt. So power 230 volt എന്ന് പറയുമ്പോൾ ഇത് ഔട്ട്പുട്ട് അല്ലേ? Number of turns in secondary N അല്ല VS. Okay അല്ലേ? Check it. So number of secondary number of turns is VS and primary voltage is VP and primary number of turns NP is 4000. Yes. So NS is തന്നിട്ടില്ല അല്ലേ? So the number of turns we have to find out. NP എന്ന് പറയുന്നത് 4000 and NS VS is 230 divided by 2300. 230 cut 0 cut. Aha. So NS is equal to direct answer 400. Unit ഒന്നുമില്ല, number of turns അല്ലേ? So unit ഒന്നുമില്ല, 400. ഈസി ആണല്ലോ. സോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക, വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. NS by NP is equal to VS by VP is equal to IP by IS only when power in secondary and power in primary are equal. ഓക്കെ ആണല്ലോ? യെസ്. മൂവിങ് ഓൺ. ഇതൊരു ട്രാൻസ്ഫോമർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ദ പവർ ട്രാൻസ്മിഷൻ ലൈൻസ് ഫീഡ് ഇൻപുട്ട് പവർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. ഓക്കെ അല്ലേ? സോ നമുക്ക് ചെയ്യാം. സിമിലർ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവർ ആണ്, വോൾട്ടേജ് ആണ്. സോ VP. പ്രൈമറി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട്. പ്രൈമറിയിൽ ഇൻപുട്ടും സെക്കൻഡറിയിൽ ഔട്ട്പുട്ടും ആണ്, എപ്പോഴും അങ്ങനെ തന്നെ. ആൻഡ് പ്രൈമറി NP തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഓക്കെ അല്ലേ? ആൻഡ് നമ്പർ ഓഫ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി വെൻ ദി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? സെക്കൻഡറി ആണ്, VS ആണ്. സോ നമ്മുടെ ഇക്വേഷൻ NS by NP is equal to NS by NP is equal to VS by VP. Okay. So NS in the value തന്നിട്ടില്ല, that we have to calculate. And NP is 3000. Correct? NP is 3000 and VS is 220 divided by VP is 2200. Similar question. Cut. So NS is equal to 300. ഇത് ഈസി അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ കൊടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. സോ മൂവിങ് ഓൺ. ദി നമ്പർ ഓഫ് ടേൺസ്, വീണ്ടും ഒരു ട്രാൻസ്ഫോമറിന്റെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 500 times that in primary. So I can note this as, so number of turns in secondary of a coil of a transformer is 500 times number of turns in primary. Number of turns in secondary of a coil of a transformer is 500 times that in primary. Fine. What power is obtained from the secondary when power fed to primary is 10 watt? സെക്കൻഡറിയിൽ ഇത്ര പവർ കൊടുത്തിരിക്കുക, അങ്ങനെയാണ് പ്രൈമറിയിലെ പവർ എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഒരു ട്രാൻസ്ഫോമറിൽ പവർ ലോസ് ഇല്ലെങ്കിൽ സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും പവർ സെയിം ആയിരിക്കും. If there is no power loss, the power in primary and power in secondary will be equal. Okay. So നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പവർ ലോസ് ഉള്ളതായിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല അല്ലേ? ദർ ഈസ് നമ്പർ ഓഫ് ടേൺസിന്റെ ഒരു റിലേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ പവർ ലോസ് ഉണ്ടെന്നുള്ള ഒരു കേസ് ഒന്നും പറയാത്തതുകൊണ്ട് ഐ ആം സെയിങ് ദർ ഈസ് നോ പവർ ലോസ് ഇൻ ദിസ് ട്രാൻസ്ഫോമർ. പവർ ലോസ് ഒന്നും ഇല്ല. സോ ഇഫ് ദർ ഈസ് നോ പവർ ലോസ് ഐ ക്യാൻ ഡയറക്ട്ലി റൈറ്റ് power in primary is equal to power in secondary. Power in primary is equal to power in secondary. Okay അല്ലേ? സോ ആൻസർ ആയില്ലേ? യെസ്. വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. മൂവിങ് ഓൺ. ഫോർ എ സീരീസ് LCR സർക്യൂട്ട് ഇൻപുട്ട് ഇംപിഡൻസ് അറ്റ് റെസൊണൻസ്. I know, I told you. നമുക്കറിയാം റെസൊണൻസിൽ XCയും XLയും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. XCയും XLയും ഈക്വൽ ആവുന്ന കേസിൽ Z ഈക്വൽ ടു റൂട്ട് ഓഫ് R² പ്ലസ് XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ വിച്ച് ബിക്കം 0. സോ അതുകൊണ്ട് തന്നെ ഐ എം ഗെറ്റിംഗ് Z ഈസ് ഈക്വൽ ടു R എന്നാണ് നമുക്ക് കിട്ടുക. വെൻ
ഏത് കേസിലാ? സീരീസ് LCR സർക്യൂട്ട് ആണ്. In series LCR circuit at resonance, XC will be equal to XL, and in that case we are getting impedance Z is equal to resistance എന്ന് കിട്ടും. അതായത് നമ്മുടെ ഇൻഡക്ടറിന്റെ ഇമ്പിഡൻസോ കപ്പാസിറ്ററിന്റെ ഇമ്പിഡൻസോ അതൊന്നും ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല. ആകെ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ടോട്ടൽ ഇമ്പിഡൻസ് ഈസ് ഓൺലി ഈക്വൽ ടു റെസിസ്റ്റൻസ്. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസിനെയോ ഇൻഡക്റ്റീവ് റിയാക്ടൻസിനെയോ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല. ദി ഇമ്പിഡൻസ് ഓഫ് എ സർക്യൂട്ട് അറ്റ് റെസൊണൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് തന്നെ. ഓക്കെ ആണോ? ആ റെസിസ്റ്റൻസ് തന്നെ ആയതുകൊണ്ടാണ് ആ കേസിലാണ് റെസിസ്റ്റൻസ് മിനിമം. റെസിസ്റ്റൻസ് മിനിമം ആവുന്ന കേസിലാണ് കറണ്ട് വിൽ ബി മാക്സിമം, നമുക്കറിയാം. സോ ആൻസർ ഈസ് ഈക്വൽ ടു ആർ ആണ് അല്ലേ? ഈക്വൽ ടു ആർ ആണ് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഒരു ഡെറിവേഷൻ, അതായത് ഒമേഗയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒമേഗ ഈക്വൽ ടു 1/√LC നമ്മൾ പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. വളരെ സിമ്പിൾ ആണ്. XC ഈസ് ഈക്വൽ ടു XL. വെൻ XC ഈസ് ഈക്വൽ ടു XL ഐ ക്യാൻ റൈറ്റ് XCയുടെ വാല്യൂ എന്താ? XC ഈസ് ഈക്വൽ ടു 1/C ഒമേഗ ആൻഡ് XL ഈസ് ഈക്വൽ ടു L ഒമേഗ. സോ ഐ ക്യാൻ റൈറ്റ്, എങ്ങനെ എഴുതാൻ പറ്റും? So cross multiplication 1 is equal to LC omega square, and I can write omega square is equal to 1/LC, and I can write omega is equal to 1/√LC. Okay, and omega is equal to 1/√LC. And if I am writing in terms of frequency ചോദിക്കുന്നെങ്കിൽ I can write F is equal to omega by 2pi ആണ് frequency. Omega equal to 2πf നമ്മൾ പഠിച്ചിട്ടുണ്ട്. So omega is 1/√LC into 2pi. So I am getting frequency ആണെങ്കിൽ it is equal to 1/2π√LC എന്ന് വരും. ഒമേഗ ആണെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്, you can write as 1/√LC. Done. Okay ആണല്ലോ? Yes. So next is obtain resonant frequency omega R of a series LCR circuit. L in the value is given, C is given, R is given, and what is the Q value of the circuit എന്നും കൂടെ ചോദിക്കുന്നുണ്ട്. First I can calculate resonant frequency omega R ആണ് ചോദിച്ചിരിക്കുന്നത്. So നമ്മൾ ജസ്റ്റ് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ ഒമേഗ ആർ എന്നൊക്കെ ഇവർ വെറുതെ പറയുന്ന ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC, 1 divided by √LC. Omega is equal to 1/√LC. So I can write 1 divided by root of L ന്റെ വാല്യൂ എത്രയാ? 2 ഹെൻറി, ആൻഡ് കപ്പാസിറ്റർ ഈസ് 32 into 10⁻⁻6. ഈ പവർ കൺവേർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ അല്ലേ? ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യനിലും മജോറിറ്റി നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് നമ്മൾ കുറേ യൂണിറ്റ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ കൺവേർഷൻസ് മില്ലി, മെഗാ, മൈക്രോ, നാനോ എന്നൊക്കെ പറയും, പൈക്കോ. ഇതിലേക്ക് കൺവേർഷൻസ് എല്ലാം ആക്ച്വലി ആ ചാപ്റ്റർ ഫസ്റ്റ് പഠിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. അതിലെ കൺവേർഷൻസ് ബാക്കി ത്രൂ ഔട്ട് എല്ലാ ചാപ്റ്ററിലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി അത് നന്നായിട്ട് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലും യൂസ് ചെയ്ത് തന്നെ കുറേ പഠിക്കും. മൈക്രോ നമുക്കറിയാം, മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ് മൈക്രോ. സോ യു നോ മൈക്രോ ഇഫ് ഐ എം റൈറ്റിംഗ് സംവെയർ മ്യൂ വെച്ചല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁻6 ആണ്. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 meters. മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻6 farad. Okay. So this is also I can write 1/√2 into 32. എത്രയാ? 64. 64 into 10⁻⁻6, right? So 1/64, 1/√64 is I know 8 into 10⁻⁻3, correct? So 1/8 I know 0.125, and 10⁻⁻3 numerator 10⁻3. So I am getting 125 radian per second. ഇനി ഒരു ക്വസ്റ്റ്യനിൽ ഇവർ ചില കേസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഫ്രീക്വൻസി എന്ന് പറയും, ബട്ട് ദേ മേ ബി സെയിങ് അബൌട്ട് ആംഗുലർ ഫ്രീക്വൻസി. അതൊരു എറർ ആണെന്ന് ഞാൻ പറയില്ല, ക്വസ്റ്റ്യൻ്റെ എറർ അല്ല. ആ ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. സംബഡി ഈസ് ആസ്കിങ് റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് 40 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. അത് ഫ്രീക്വൻസി എഫ് ആണോ ഒമേഗ ആണോ എന്ന് തിങ്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തുകയാണ്. നിങ്ങളൊരു ആംബിഗ്യൂറ്റി, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, എന്നാ ചെയ്യേണ്ടത്, ഇതിൽ എഫ് ആണോ ഒമേഗ ആണോ എന്ന് ചോദിക്കുകയാണ്. സോ ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് നോക്കാം അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. സപ്പോസ് യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഷുവർ ആണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗയാണ്, ആംഗുലർ ഫ്രീക്വൻസി.
ഓക്കെ, അതർവൈസ് ഹേർട്സ് എന്നൊക്കെ പറയുകയാണ് ഓർ 1/2 എന്നൊക്കെ പറയുകയാണ്, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഫ്രീക്വൻസി. സോ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതണം, അല്ല ക്വസ്റ്റ്യനിൽ എറർ ആയിരിക്കില്ല. ബിക്കോസ് ഇഫ് ദേ ആർ സെയിങ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ ഒബ്റ്റെയിൻ ദ റെസൊണന്റ് ഫ്രീക്വൻസി എന്നാ പറയാം. റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളത് എഫ് ആണോ ഒമേഗ ആണോ എന്ന് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, യൂണിറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യന് ഡൗട്ട് ഇല്ല. ഇനി വാല്യൂസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലാണെങ്കിൽ പോലും ഏതാണ് യൂണിറ്റ് എന്ന് ചെക്ക് ചെയ്യുക. യൂണിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഫ്രീക്വൻസി ആണോ ആംഗുലർ ഫ്രീക്വൻസി ആണോ. ആംഗുലർ ഫ്രീക്വൻസി ആണ് റേഡിയൻ പെർ സെക്കൻഡ്, ഫ്രീക്വൻസി ആണ് ചുമ്മാ പെർ സെക്കൻഡ് അല്ല ഹേർട്സ് എന്നൊക്കെ ആയിരിക്കും കൊടുക്കുക. ഓക്കെ ആണല്ലോ? യെസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ AC എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. എന്തൊക്കെ റിലേറ്റഡ് ആയിരുന്നു? കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ്, റെസിസ്റ്റീവ്, AC സർക്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിനുശേഷമുള്ള നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി, റെസൊണൻസ്, ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക. ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും നിങ്ങളോട് പറഞ്ഞായിരുന്നു കുറേ മാത്തമാറ്റിക്കൽ പാർട്ടുണ്ട്, കുറേ ഐ മീൻ കുറേ നല്ല ഞാൻ പറയാം, ബട്ട് കുറച്ച് സൈൻ കോസ് ഒക്കെ ഉണ്ട്, ട്രിഗ്നോമെട്രിക് റിലേഷൻസ് നമ്മൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഡെറിവേഷൻസിൽ. ബട്ട് എന്തൊക്കെയാണെങ്കിലും വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. വാട്ട് ഐ എം സെയിങ് ഈസ്, ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും, അല്ല ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല. മാക്സിമം ചോദിക്കാവുന്നതിൽ ഏറ്റവും ഇങ്ങനെ പല പാർട്ടൊക്കെ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതർവൈസ് ദേ വിൽ ആസ്ക് ഡയറക്ട്ലി റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഓർ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഇൻ ഇൻഡക്റ്റീവ് AC സർക്യൂട്ട് ഓർ പവർ ഇൻ ഇൻഡക്റ്റീവ് AC സർക്യൂട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ ആണല്ലോ? സോ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഏറ്റവും വൃത്തിക്ക് ഏറ്റവും നന്നായിട്ട് AC എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുക. താങ്ക് യു.